ഷമീർ, ഈ രക്ഷാപ്രവർത്തനത്തിന് എത്ര പേരുണ്ടായിരുന്നു? സോണി മാത്രമാണോ കിണറ്റിലേക്ക് ഇറങ്ങിയത്? നിലവിൽ ഒരാൾ കിണറ്റിൽ വീണു എന്നറിയുന്ന അനുസരിച്ച് ഈ സാധാരണ കിണറുകളിൽ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്ന എക്സ്പെർട്ടായ ഉദ്യോഗസ്ഥനായിരുന്നു ഈ സോണി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് കിണറ്റിലേക്ക് ഇറങ്ങുകയും ഉള്ളിലെത്തിയ ശേഷം അദ്ദേഹം ഈ അർച്ചനയെ അവിടെ നിന്നും കരയ്ക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു വല ഇറക്കി അതിനുള്ളിലേക്ക് അർച്ചനയെ മാറ്റി തുടർന്ന് മേളിലേക്ക് ഇത് ഉയർത്തുന്നതിനിടയിലാണ് ഈ കല്ലിടിഞ്ഞ് താഴേക്ക് പതിച്ചത്. അതായത് ചെറിയ പാറക്കല്ലുകൾ നിരത്തി വെച്ചിരുന്ന സംരക്ഷണ ഭിത്തിയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ സംരക്ഷണ ഭിത്തി അങ്ങോട്ടേക്ക് ഇടിയുകയായിരുന്നു. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ഈ മുകളിൽ നിന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ശിവയും കിണറ്റിലേക്ക് പതിച്ചതോടുകൂടിയാണ് ഈ 3 പേരും കിണറ്റിനുള്ളിലേക്ക് അകപ്പെട്ടു പോയി ഈ പാറക്കല്ല് അവരുടെ ശരീരത്തിലേക്ക് പതിക്കുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങേണ്ടി വരികയും ചെയ്തത്. പിന്നീട് ഈ രക്ഷാപ്രവർത്തന ആദ്യഘട്ടത്തിലൊന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതുപോലെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഒന്നും തന്നെ അങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് കൊല്ലത്ത് നിന്നും കുണ്ട്രയിൽ നിന്നുമൊക്കെയുള്ള കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി ഈ ഒരു രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ച് പുലർച്ചെയോടുകൂടി 2 മണിയോടുകൂടി ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ച് ഇവരെ പുറത്തേക്ക് എടുത്തത്. പക്ഷെ പുറത്തെടുക്കുമ്പോഴേക്കും തന്നെ ഇവർക്ക് ആർക്കും തന്നെ ജീവൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അത്യധികം ദാരുണമായ ഒരു സംഭവം. അതും രാത്രിയോടുകൂടി ഒരു യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ആ ആത്മഹത്യയിൽ നിന്നും ആ യുവതിയെ, കിണറ്റിൽ വീണ യുവതിയെ രക്ഷപ്പെടുത്താനായി ഫയർഫോഴ്സ് വരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ അദ്ദേഹത്തിന്റെ തലയിലേക്ക് പാറക്കല്ലുകൾ മേളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്നു. പിന്നീട് രക്ഷാപ്രവർത്തനം ഏർപ്പെട്ട സുഹൃത്ത് ഉൾപ്പെടെയുള്ളവർ കിണറ്റിലേക്ക് പതിക്കുന്നു. എന്തായാലും അത്യധികം ദാരുണമായ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിലാണ് മുണ്ടുപാറയിൽ കിണറ്റിൽ ചാടി യുവതി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിടിഞ്ഞ് ഫയർമാൻ ഉൾപ്പെടെ 3 പേർ മരണപ്പെട്ടത്. കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, മുണ്ടുപാറ വിഷ്ണുവിലാസം വീട്ടിൽ അർച്ചന, കൂടെ താമസിച്ചിരുന്ന ആൺസുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്.